നമ്മൾ കാണിക്കുന്നത് കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 5 വലിയ സവാള വേണം. പിന്നെ വേണ്ടത് 3 തക്കാളി മീഡിയം സൈസിലുള്ളത്, പിന്നെ 7 പച്ചമുളക്, വെളുത്തുള്ളി ഫുള്ളായിട്ടുള്ളത്, പിന്നെ വേണ്ടത് ഇഞ്ചി മീഡിയം സൈസുള്ളത് 2 പീസ്, മല്ലിയില വേണം കുറച്ച്, പിന്നെ പുതിന ഇല. ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ സ്മെല്ലൊന്ന് മാറുന്ന സമയത്ത്, അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് ലെമൺ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. ഇനി ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തത് ചേർക്കേണ്ടത് മല്ലിയില, പുതിന ഇല കുറച്ച് ചേർത്താൽ മതി. ബാക്കി പിന്നീട് ദമ്മ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട്. പുതിന കുറച്ച് കൂടുതൽ ചേർക്കുക. അപ്പോഴാണ് ബിരിയാണീൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ വരിക. അപ്പോൾ പുതിന കൂടുതൽ ചേർക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പാതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായി കുക്കാകുന്നത് വരെ മൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങളിത് മൂടി തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് വെള്ളം അങ്ങ് പോയി കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 8 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ഏലക്കായ, 3 കറുവപ്പട്ട, കുറച്ച് ഗ്രാമ്പു കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡബിൾ, അതായത് 6 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ്. ഈ വെള്ളം തിളക്കുന്നത് വരെ നമുക്കിത് മൂടി വെക്കുക. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കുക. ഈ അരി ഇട്ടതിന് ശേഷം നമ്മുടെ തീ നന്നായി കുറച്ചിരിക്കണം. വെരി ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. നാരങ്ങ പിഴിയുന്നത് ഈ ചോറ് നല്ല മണിമണിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
നമുക്കിത് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. വീണ്ടും ഒന്ന് മൂടി വെക്കുക. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. അതിനായിട്ട് റൈസ് ഉണ്ടാക്കി അതേ പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. അതാണ് ഫസ്റ്റ് ലെയർ. ഇതിൻ്റെ മേളിലായിട്ട് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ലെയറായിട്ട് ഇതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുക. ചോറ് മുഴുവനായിട്ടും ചേർക്കേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ഇവ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ബാക്കി വന്നിട്ടുള്ള ചോറ് കൂടി ചേർക്കാം. ഇതിലേക്ക് ഗരം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് മല്ലിയില, പുതിനയില ഇവ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു കളർ എഫക്റ്റ് കിട്ടാനായിട്ട് മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ നീരും കുറച്ച് വെള്ളവും ചേർത്തൊരു മിക്സ് ചേർക്കാം. ഇതിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട്, അതായത് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് തണ്ടോട് കൂടി മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ട്. ദമ്മ് തുറന്നതിന് ശേഷം ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് അടച്ചു വെച്ച് ദം ചെയ്യാം. വെരി ലോ ഫ്ലെയിമിലിട്ടാണ് ദം ചെയ്യേണ്ടത്. 30 മിനിറ്റ് ദം ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ആ മല്ലിയിലയും പുതിനയിലയും മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thanks for watching.